ഹലോ ഗായ്സ്, നമ്മളെങ്ങോട്ടാ നടക്കണ വെച്ചാല് ഇങ്ങോട്ടും ഇല്ല, വീട്ടിൽ വെറുതെ നിന്നപ്പോ ഒന്ന് നടക്കാന്ന് കരുതി. അപ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത്. അൻഷിയാരോടോ കോളിംഗിലാണ്. നിക്കാഹായരെ ഓൻ ഫുള്ള് ബിസിയാണ്. ഇനിയിപ്പോ ഓനെ പിടിച്ചാൽ കിട്ടില്ലാന്ന് ഉറപ്പാണ്. അപ്പോഴാണ് നമ്മളെ കസിന്റെ എൻട്രി. ഓൻ പുതിയ വണ്ടി എടുത്തതിന്റെ പൊലിവാ കാണിക്കുന്നത്. ഇനിയിപ്പോ എന്തൊക്കെ കാണുന്നുണ്ട് റബ്ബേ. നിക്കാഹൊക്കെ അല്ലേ, അപ്പൊ എന്തെങ്കിലും ഡ്രസ്സൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. ഇവനോട്ടി എന്നെത്തൂലെന്നുള്ളതുകൊണ്ട് ബൈക്കിന്റെ നിയന്ത്രണം ഞാൻ ഏറ്റെടുത്തു. ഷോപ്പിലെത്തിയപ്പോൾ അവിടുത്തെ മിററിൽ ഒരു കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി. മിററിൽ വീണ്ടും ഋത്തിക് റോഷൻ ഫോട്ടോ കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അല്ല, ഒരു പൂതി കിട്ടോക്കിയാ. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ കോട്ടിട്ടാല് പുതിയാപ്പിള തമ്മിൽ മാറിപ്പോകുന്നു. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടങ്കൈയാണ് ഞാൻ. ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ പള്ളയുള്ള വാപ്പ കളിക്കുന്ന ഉറപ്പായി. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഒരു മന്തിയായിട്ട് ഓർഡർ ചെയ്തു. ഫുഡ് മുന്നിൽ എത്തിയാ പറയണ്ടല്ലോ, ഇടവലം നോക്കൂല അച്ഛാ. ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ ജിമ്മിലേക്ക് പോയി. ഉള്ളിൽ കയറിന് ആടെ ഒരു വിരല് വെക്കണം. ഫീസ് അടിക്കാത്ത കള്ളന്മാരെ പിടിക്കാനാണ് ഈ ടെക്നിക്ക്. ഉള്ളിൽ കയറിയാ പിന്നെ ഞാൻ ഫുൾ കോൺസെൻട്രേഷനിലായി. പക്ഷെ മസിലൊന്നും ബോഡിമ കാണില്ലാന്നേ ഉള്ളൂ. അപ്പോഴാണ് ഒരുത്തന്നെ ഒരു മലന്റെ മേത്തെ കയറി നാടിന്. അപ്പോഴല്ലേ മനസ്സിലായേ ലെഗ് പ്രസ് അടിക്കാണ്. ഞാനൊക്കെ 2 കട്ടിട്ടാൽ കാലിന്റെ ഉപ്പാടാൾക്കും. മിറർ എവിടെ കണ്ടാലും പിന്നെ എനിക്ക് എന്റെ സൗന്ദര്യം നോക്കിയാൽ മതിയാവും. ജിമ്മ് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ കൂട്ടുകാരന്റെ പീടിയേക്ക് പോയി. അവിടുന്ന് ഒരു പാലും കുറച്ച് കോഴിമുട്ടയായിട്ട് വാങ്ങി.